എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. വൺ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ റാൻഡം പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. 52 കാർഡുകളിൽ നിന്നും ഒരു കാർഡ് വളരെ റാൻഡമായിട്ട്, റാൻഡം എന്ന് ഉദ്ദേശിക്കുന്നത് വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ് എന്ന അർത്ഥത്തിലാണ്. കാർഡുകളിലേക്ക് നോക്കാതെ നമ്മളൊരു കാർഡ് എടുക്കുന്നു. എടുത്ത കാർഡ് ഏതാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കാർഡ് എടുക്കുമ്പോൾ ആ കാർഡ് ഒരു ബ്ലാക്ക് കാർഡ് ആവാനുള്ള ചാൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പാർട്ടിൽ ആ കാർഡ് ഒരു ഫേസ് കാർഡ് വരാനുള്ള ചാൻസ്, മൂന്നാമത്തെ പാർട്ടിൽ അതൊരു ബ്ലാക്ക് ഫേസ് കാർഡ് വരാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ ചീട്ടുകളിയുടെ അടിസ്ഥാന തത്വങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. എത്ര കാർഡുകളുണ്ട്, ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളതൊന്ന് അറിയണം. നമുക്കറിയാം 52 കാർഡുകളുണ്ട് അല്ലേ, 52 പ്ലേയിങ് കാർഡുകളുണ്ട്. അതിനകത്ത് രണ്ടായിട്ട് ബേസിക്കലി ക്ലാസിഫൈ ചെയ്യാം. അതിനകത്ത് 26 ബ്ലാക്ക് കാർഡുകളാണ്, 26 റെഡ് കാർഡുകളാണ് അല്ലേ. ഈ 26 ബ്ലാക്ക് കാർഡുകളിനകത്തും ഫർദർ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 26 റെഡ് കാർഡിനകത്തും ഫർദർ ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇവന്മാരെ നമ്മൾ സ്യൂട്ട് എന്ന് വിളിക്കും. മൊത്തം 4 സ്യൂട്ടുകളുണ്ട്. ഓക്കെ, ഈ 26 ബ്ലാക്ക് കാർഡുകളിൽ 13 ക്ലബാണ്, ക്ലബ്. 13 സ്പേഡ്. 26 റെഡ് കാർഡുകളിൽ 13 ഹാർട്ടാണ്, 13 ഡയമണ്ട് ആണ്. ഓക്കെ, മൊത്തം 52 കാർഡുകൾ. അതിനകത്ത് 26 ബ്ലാക്ക് കാർഡുകളുണ്ട്, 26 റെഡ് കാർഡുകളുണ്ട്. 26 ബ്ലാക്ക് കാർഡിനകത്ത് 13 ക്ലബ്ബ്, 13 സ്പേഡ്, 13 ഹാർട്ട്, 13 ഡയമണ്ട്. ഇനി ഓരോ സ്യൂട്ടിലും ഏതൊക്കെ കാർഡുകളാണ് ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 13 കാർഡുകളിനകത്ത് 2 മുതൽ 10 വരെയുള്ള സംഖ്യകൾ രേഖപ്പെടുത്തിയ നമ്പർ കാർഡുകളുണ്ട്. നമ്പർ കാർഡ് എന്ന് വിശേഷിപ്പിക്കും. 2 മുതൽ 10 വരെ സംഖ്യകൾ രേഖപ്പെടുത്തിയ നമ്പർ കാർഡുകളുണ്ട്. നമ്പർ കാർഡ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. 2 മുതൽ 10 വരെയുള്ള സംഖ്യകൾ രേഖപ്പെടുത്തിയ നമ്പർ കാർഡുകളുണ്ട്. 2 മുതൽ 10 വരെ നമുക്കറിയാം 9 സംഖ്യകളാണ്. അപ്പോൾ 9 നമ്പർ കാർഡുകളുണ്ട്. 9 നമ്പർ കാർഡുകൾ അല്ലേ. ഇനി 4 കാർഡുകൾ കൂടെ വരാനുണ്ട് 13 തികയാനായിട്ട്. ഇനി 4 കാർഡുകൾ കൂടെ വേണം. ഏതൊക്കെയാണ് ബാക്കി വരുന്ന 4 കാർഡുകൾ? നമുക്കറിയാം. അതിനകത്ത് ഒരു കിങ് ഉണ്ടാവും, ഒരു ക്വീൻ ഉണ്ടാവും, ഒരു ജാക്ക് ഉണ്ടാവും, ഒരു എയ്സ് ഉണ്ടാവും. ഓക്കെ, ഈ കിങ്, ക്വീന്, ജാക്ക് ഈ 3 കാർഡുകൾ മുഖമുള്ള കാർഡുകളാണ്, ഫേസ് ഉള്ള കാർഡുകളാണ്. ഈ കിങ്, ക്വീന്, ജാക്ക് ഈ 3 കാർഡുകളെയും കൂടെ നമ്മൾ ഫേസ് കാർഡ് എന്ന് വിളിക്കും. ഫേസ് കാർഡ്. ഏതൊക്കെയാണ് അപ്പോൾ ഫേസ് കാർഡുകൾ എന്ന് ചോദിച്ചാൽ കിങ്, ക്വീന്, ജാക്ക് ഇത് 3ഉം ഫേസ് കാർഡുകളാണ്, മുഖമുള്ള കാർഡുകളാണ്. ഈ 2 മുതൽ 10 വരെയുള്ള നമ്പർ കാർഡുകളുണ്ട്, പിന്നെ ഏസ്. ഇതത്രയുമാണ് ഒരു സ്യൂട്ടിലുള്ളത്. ഇതേ സംഗതി തന്നെയാണ് ഇവിടെ എല്ലായിടത്തും വരുന്നത്. ഈ 13 സ്പേഡിനകത്തും 2 മുതൽ 10 വരെയുള്ള നമ്പർ കാർഡുകളും കിങ്ങും, ക്വീനും, ജാക്കും, ഏസും ഉണ്ടാവും. അതിനകത്ത് കിങ്ങും, ക്വീനും, ജാക്കും ആണ് ഫേസ് കാർഡുകൾ. 13 ഹാർട്ടിനകത്തും ഇതേപോലെ തന്നെ 2 മുതൽ 10 വരെയുള്ള സംഖ്യകൾ രേഖപ്പെടുത്തിയ നമ്പർ കാർഡുകളും ഏസും, കിങ്ങും, ക്വീനും, ജാക്കും ഉണ്ടാവും. 13 ഡയമണ്ടിനകത്തും ഇത് തന്നെയാണ് കഥ. ഓക്കെ, ഇവിടെ വരുന്ന ഹാർട്ടും ഡയമണ്ടും പറയുന്നത് റെഡ് കാർഡുകളാണ്. ക്ലബും സ്പേഡും ബ്ലാക്ക് കാർഡുകളാണ്. ഓക്കെ, അത് ഫസ്റ്റ് ഓഫ് ഓൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. 52 കാർഡുകളെ തന്നെ ബേസിക്കലി രണ്ടായിട്ടാണ് തിരിക്കുന്നത്. 26 ബ്ലാക്ക് കാർഡുകളും 26 റെഡ് കാർഡുകളും. ഇപ്പം ഇതേ കഥ തന്നെയാണ് ഈ 4 സ്യൂട്ടുകളിലും പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാവണം. അപ്പോൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ഇത് വെച്ചുകൊണ്ട് അനലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ചീട്ടുകളിയുടെ ചോദ്യം ചോദിക്കുന്നതാണ്. കാർഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. വൺ ഓഫ് ദ റിപ്പീറ്റഡ് ആയി മാറിയിട്ടുണ്ട് ഇപ്പം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറാം. ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്, ദ കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക് എന്നാണ് പറയുന്നത്. 52 കാർഡുകളിൽ നിന്നും ഒരു കാർഡ് ചൂസ് ചെയ്യുമ്പോൾ അതൊരു ബ്ലാക്ക് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 52 കാർഡുകൾ ഉള്ളതിൽ 26 കാർഡുകളാണ് റെഡ്, 26 എണ്ണമാണ് ബ്ലാക്ക്. അപ്പോൾ 52ൽ 26 സാധ്യതയുണ്ട്.
ഒരു ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം, പ്രോബബിലിറ്റി ഓഫ് എ ബ്ലാക്ക് കാർഡ്. ഒരു ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? മൊത്തം 52 പ്ലേയിങ് കാർഡുകളുണ്ട്. അതിനകത്ത് നേർപകുതി സാധ്യതയാണ്, 26 എണ്ണമാണ് ബ്ലാക്ക്. കട്ട് ചെയ്താൽ നമുക്ക് 1/2 എന്ന് എഴുതാം, ശരിയല്ലേ? സോ ഒരു ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ്. ചോദ്യത്തിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പ്രവേശിക്കാം. ദ കാർഡ് ഈസ് എ ഫേസ് കാർഡ്. വി നീഡഡ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഫേസ് കാർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഫേസ് കാർഡ്, മുഖമുള്ള കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒരു സ്യൂട്ടിൽ എത്ര ഫേസ് കാർഡുകളുണ്ട്? നമുക്കറിയാം, ഒരു സ്യൂട്ടിൽ 3 ഫേസ് കാർഡ് ഉണ്ട്. ഏതൊക്കെയാണ്? കിങ്, ക്വീന്, ജാക്ക്, ഇങ്ങനെ 3 ഫേസ് കാർഡുകളുണ്ട്. അങ്ങനെ എല്ലാ സ്യൂട്ടിലും 4 സ്യൂട്ടിലും 3 ഫേസ് കാർഡുകൾ വെച്ച് വരും. ഇവിടെ 3 എണ്ണം വരും, സ്പേഡിനകത്ത് 3 എണ്ണം വരും, ഹാർട്ടിനകത്ത് 3 എണ്ണം വരും, ഡയമണ്ടിനകത്ത് 3 എണ്ണം വരും. അപ്പം 4 സ്യൂട്ടുകളിലായിട്ട് 3 എണ്ണം വെച്ച് 3 × 4 12 ഫേസ് കാർഡുകളാണ് ടോട്ടലി 52 പ്ലേയിങ് കാർഡ്സിനകത്തുള്ളത്. എത്ര ഫേസ് കാർഡുകളാണ്? 12 ഫേസ് കാർഡുകൾ. അപ്പൊ 52 കാർഡുകളിൽ 12 എണ്ണമാണ് ഫേസ് കാർഡുകൾ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് കട്ട് ചെയ്യാം. 12ന്റെ പകുതി 6, 52ന്റെ പകുതി 26. എഗെയിൻ കട്ട് ചെയ്യാം. 6ന്റെ പകുതി 3, 26ന്റെ പകുതി 13. 3/13 വരും ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. തേർഡ് പാർട്ടിൽ എന്താണ് അവർ പറയുന്നത്? നമ്മളൊരു കാർഡ് ചൂസ് ചെയ്യുമ്പോൾ അതൊരു ബ്ലാക്ക് ഫേസ് കാർഡ് ആവണം എന്നാണ് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ബ്ലാക്ക് ഫേസ് കാർഡ്. ഒരു ഫേസ് കാർഡ് എടുക്കുമ്പോൾ അത് ബ്ലാക്ക് കൂടി ആവണം. ഓക്കെ, അപ്പോൾ ഇനി ബ്ലാക്കിലേക്ക് നോക്കിയാൽ മതി. 52 കാർഡുകളിൽ 26 എണ്ണം ബ്ലാക്ക്. ആ ബ്ലാക്കിനകത്ത് എത്ര ഫേസ് കാർഡുകൾ വരുന്നുണ്ട്? അപ്പോൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ രണ്ട് ഇത്രയും വരുള്ളൂ അല്ലേ. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് 13 ക്ലബിനകത്ത് 3 ഫേസ് കാർഡുകളുണ്ട്. 13 സ്പേഡിനകത്തും 3 ഫേസ് കാർഡുകളുണ്ട്. അങ്ങനെ 3 6 എണ്ണമാണ് ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് കാർഡ് അല്ലേ. മൊത്തം 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുക്കുമ്പോൾ അതൊരു ബ്ലാക്ക് ബ്ലാക്ക് ഫേസ് കാർഡ് കിട്ടാനുള്ള ചാൻസ് 6/52 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, 6ന്റെ പകുതി 3, 52ന്റെ പകുതി 26. 3/26 ആണ് ഫൈനൽ ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യമാണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് -4, 3 വിത്ത് സ്ലോപ്പ് 1/2. അപ്പോൾ -4, 3 പാസ് ചെയ്യുകയും സ്ലോപ്പ് 1/2 കിട്ടുന്നതുമായ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പം ഒരു പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്, സ്ലോപ്പ് നമ്മുടെ കയ്യിലുണ്ട്. പോയിന്റും സ്ലോപ്പും കയ്യിലുണ്ടെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത്? x0 y0 ആണ് പോയിന്റ്, m ആണ് സ്ലോപ്പ് എങ്കിൽ, x0 y0 ആണ് പോയിന്റ്, m ആണ് സ്ലോപ്പ് എങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ എന്താണ് വരിക? y മൈനസ് y0 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0 ആണ് ഇക്വേഷൻ വരിക. ഓക്കെ, സോ -4, 3 ഇതാണ് നമ്മുടെ x0 y0 എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് നമ്മുടെ സ്ലോപ്പ്. സ്ലോപ്പ് വരെ തന്നിട്ടുണ്ട്. എന്താണ്? 1/2 ആണ് സ്ലോപ്പ്. ഈ 1/2 ആണ് എന്തെന്ന് പറയുന്നത്? m എന്ന് പറയുന്നത് അല്ലെ, സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y മൈനസ് y0 പകരം 3, m പകരം 1/2 ഇൻറ്റു x മൈനസ് x0 പകരം -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? സോ അപ്പോൾ എന്താണ് വരിക? y മൈനസ് 3 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു x പ്ലസ് 4 വരും. ബൈ 2 ഇങ്ങോട്ട് കൊടുത്താൽ 2 ഇൻറ്റു y മൈനസ് 3 ഈക്വൽ ടു x പ്ലസ് 4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 2y മൈനസ് 6 ഈക്വൽ ടു x പ്ലസ് 4 വരും. സോ തിരിച്ചെഴുതിയാൽ x പ്ലസ് 4 ഞാൻ ലെഫ്റ്റിലും 2y മൈനസ് 6 റൈറ്റിലും എഴുതുന്നു. a ഈക്വൽ ടു b ആണെങ്കിൽ തിരിച്ച് b ഈക്വൽ ടു a എന്ന് എഴുതാമല്ലോ. സോ x പ്ലസ് 2y ഇപ്പുറം വരുമ്പോൾ മൈനസ് 2y പ്ലസ് 4 മൈനസ് 6 ഇപ്പുറം വരുമ്പോൾ പ്ലസ് 6 ഈക്വൽ ടു 0. സോ ഫൈനൽ ആൻസർ എന്ത് വരും? x മൈനസ് 2y പ്ലസ്
6 4 10 ഈക്വൽ ടു 0. എക്സ് മൈനസ് 2y പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ -4 3 വിത്ത് സ്ലോപ്പ് 1/2 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്ഥിരം വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1/x പ്ലസ് 1/2/x പ്ലസ് 2. ഓക്കെ, അപ്പം നമുക്ക് നേരിട്ടൊന്ന് ലിമിറ്റ് കൊടുത്ത് നോക്കാം. നേരിട്ട് ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ പ്ലേസിലോട്ട് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക എന്നാണ് മീനിങ്. 1/-2 അതായത് -1/2 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ ഉത്തരം 0 കിട്ടും. താഴെ -2 + 2 എന്ന് പറഞ്ഞാലും 0 കിട്ടും. ഓക്കെ, ഇപ്പോൾ 0/0 ഫോമാണ് ഉത്തരം കിട്ടുക, അഥവാ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് ഉത്തരം കിട്ടുക അല്ലേ. ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എങ്ങനെ മാറ്റണം, എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ വഴി ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ നിന്ന് മാറണം അല്ലേ. അപ്പം ആദ്യമേ നമുക്കിവിടെ പ്രഥമ ദൃഷ്ടിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് വരിക, മുകളിൽ ക്രോസ് ചെയ്യുമ്പോൾ 2 + x/2x എന്ന് വരും. താഴെ x + 2. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം, x + 2ഉം x + 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം. അപ്പം -2 + 2 0 ആക്കുന്ന ആൾ പോയി അല്ലേ. മുകളിലും താഴെയും 0 ആക്കുന്ന ആൾ വെട്ടിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് കൊടുക്കാം. അതായത് നമ്മുടെ ചോദ്യം ഇപ്പം ഇങ്ങനെ മാറി, എക്സ് ടെൻസ് ടു -2 1/2x എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ചോദ്യം റെഡ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, എക്സിന് പകരം നമ്മൾ ധൈര്യപൂർവ്വം -2 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/2 × -2 -1/4 വരും ആൻസർ അല്ലേ. -1/4 വരും ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഡെറിവേറ്റീവ് ഓഫ് x + 1 / x. ഓക്കെ, മുകളിലും ഒരു ഫംഗ്ഷൻ താഴെയും ഒരു ഫംഗ്ഷൻ. മുകളിലും താഴെയും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്, കോഷ്യന്റ് റൂൾ ഉപയോഗിക്കണം അല്ലേ. എന്താണ് കോഷ്യന്റ് റൂള്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതാണ് കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത്. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഡിനോമിനേറ്റർ ഇൻറ്റു അതായത് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ x + 1 ആണ്. x + 1ന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 0. അൾട്ടിമേറ്റ്ലി 1 വരും ആൻസർ. മൈനസ് ന്യൂമറേറ്റർ x + 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എക്സ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ എക്സ് ആണ്, എക്സിന് നമ്മൾ സ്ക്വയർ കൊടുക്കണം. ഓക്കെ, സോ x × 1 x മൈനസ് ഓഫ് 1 × x + 1 x + 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് മൈനസ് ഓഫ് +1 -1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിക്കളയാം. ഫൈനൽ ആൻസർ എന്ത് വരും, -1 ബൈ എക്സ് സ്ക്വയർ അല്ലേ. എക്സ് + 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, -1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആണ് ഉത്തരം വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം ഒരു ഇനിക്വാളിറ്റി സോൾവ് ചെയ്യാനുള്ള ചോദ്യമാണ്. 100% എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് ഇനിക്വാളിറ്റി സോൾവ് ചെയ്യാൻ. കാരണം ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഇപ്പോൾ ഒരു ഡിലീറ്റഡ് ടോപ്പിക് ആണല്ലോ. സോ അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് തൽക്കാലം ഒന്നും ചെയ്യാനില്ല. 2x - 1/3 > > റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 5 നേരെ അങ്ങോട്ട് പോവും. 5 × 3x - 2 വരും. 4 × 2 - x വരും. ഡിവൈഡഡ് ബൈ i4 20. ഓക്കെ, സോ 2x - 1/3 > 5 ഉള്ളിലേക്ക് കൊടുക്കുക. 3 5 15x മൈനസ് 5 10. -4 × 2 -8 -4 × -x പ്ലസ് 4x ഡിവൈഡഡ് ബൈ എന്താണ് 20. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, 20നെ നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, 3നെ അങ്ങോട്ട് ക്രോസ് ചെയ്യുക. എന്ത് വരും, 20 × 2x - 1 > 3 × 15xന്റെ കൂടെ 4x കൂട്ടിയാൽ 19x -10ഉം -8ഉം കൂടെ -18. ഓക്കെ,
ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 20 ഗുണം 2 40x മൈനസ് 20 ഗുണം 1 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഗുണം 19 എന്ത് വരും? 9 3 27 7 ശിഷ്ടം 2 3 2 5 57 വരും അല്ലെ. 57x മൈനസ് 3 24 4 ശിഷ്ടം 2 3 2 5. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക? എക്സ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. 40x മൈനസ് 57x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 54 മൈനസ് 20 ഇപ്പുറം വരുമ്പോൾ എന്ത് വരും? പ്ലസ് 20. ഓക്കെ, 7 നിന്ന് 0 പോയാൽ 7, 5 നിന്ന് 4 പോയാൽ 1, 17x വലുത് 57 സൈൻ എന്ത് വരും? മൈനസ് 17x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 34 അല്ലെ. മൈനസ് 17x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 54 20 കൂടെ കൂട്ടിയാൽ എന്ത് വരും? മൈനസ് 34 വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. രണ്ട് സ്ഥലത്തും എന്തുണ്ട്? ലെഫ്റ്റിലും മൈനസ് ഉണ്ട്, റൈറ്റിലും മൈനസ് ഉണ്ട്. അപ്പം മൈനസിനെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ത്രൂ ഔട്ട് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റിയുടെ സൈൻ റിവേഴ്സ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനിക്വാളിറ്റി സൈൻ റിവേഴ്സസ്. ഇപ്പോൾ ത്രൂ ഔട്ട് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -17x -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ +17x വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി നേരെ തിരിയും, റിവേഴ്സ് ചെയ്യും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്താവും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. -1 കൊണ്ട് -34 ഗുണിച്ചാൽ +34. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇനിക്വാളിറ്റി തിരിയുന്ന കാര്യം മറന്നു പോകരുത്. അവിടുന്ന് എക്സ് കണ്ടുപിടിക്കുക. 17 അപ്പുറം കൊണ്ട് ഹരിച്ചാൽ മതി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 34/17, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലെ. 17 ഗുണം 2 ആണ് 34. അപ്പൊ എക്സിന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വരാം? -∞ തുടങ്ങി 2 വരെ വരാം. ഇൻക്ലൂഡിങ് 2 ആണ്. അപ്പൊ അതുകൊണ്ട് 2ന്റെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. ഒരു വെൻ ഡയഗ്രം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കൺസിഡർ ദ വെൻ ഡയഗ്രം ഗിവൺ ബിലോ. ചോദ്യത്തിന്റെ എ പാർട്ട് റൈറ്റ് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്. അപ്പൊ ഈ വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? എ കോംപ്ലിമെന്റും കണ്ടുപിടിക്കണം, ബി കോംപ്ലിമെന്റും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഓക്കെ, 1 by 1 ആയിട്ട് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. വെൻ ഡയഗ്രം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് കമ്പാരിറ്റീവ്ലി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു, എ കോംപ്ലിമെന്റ് എന്താണ് സംഭവം? എ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ എത്ര പേരുണ്ട്? ഓക്കെ, ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള ആൾക്കാരുടെ സെറ്റ്, അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, വെൻ ഡയഗ്രം നോക്കുക. ഇതാണ് നമ്മുടെ എ സെറ്റ് അല്ലെ. ഇതാണ് നമ്മുടെ എ സെറ്റ്. ഈ എ സെറ്റ് ഒഴികെ എ സെറ്റ് മാറ്റി നിർത്തി ബാക്കി ആരൊക്കെയുണ്ട്? 5 6 7 8 9. എ സെറ്റിന് പുറത്തുള്ള ആൾക്കാർ, അതാണ് എ കോംപ്ലിമെന്റ്. 5 6 7 8 9. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റി? എ കോംപ്ലിമെന്റ് എഴുതാൻ പറ്റി. അതേപോലെ തന്നെ ബി കോംപ്ലിമെന്റ് എഴുതാം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സെറ്റിന് പുറത്തുള്ള ആൾക്കാർ അല്ലെ. ഇതാണ് നമ്മുടെ ബി സെറ്റ്. ഇതാണ് ബി സെറ്റ്. ഈ ബി സെറ്റിന് പുറത്ത് ആരൊക്കെയുണ്ട്? 1 2 7 8 9 അല്ലെ. 1 2 7 8 9. ഇതാണ് ബി കോംപ്ലിമെന്റ്. അപ്പൊ നമ്മൾ എ കോംപ്ലിമെന്റും കണ്ടുപിടിച്ചു, ബി കോംപ്ലിമെന്റും കണ്ടുപിടിച്ചു. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. വെരിഫൈ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് അല്ലെ. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഈ ലോയെ വിളിക്കുന്ന പേര്, ഈ നിയമത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോയുടെ വേരിഫിക്കേഷൻ ആണ് ചോദ്യം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. അതായത് എ ഇന്റർസെക്ഷൻ ബി ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളവർ. നമുക്കറിയാം 2 സെറ്റുകളുടെ ഇന്റർസെക്ഷൻ. ഇത് എ സെറ്റ് ആണെന്ന് വിചാരിക്കുക.
ഇത് ബി സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ദാണ്ട് ഈ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ അല്ലെ, രണ്ട് സെറ്റിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന പോർഷനാണ് ഇന്റർസെക്ഷൻ. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ 3ഉം 4ഉം നിൽക്കുന്ന പോർഷനാണ് ഇന്റർസെക്ഷൻ. അപ്പൊ 3ഉം 4ഉം ഒഴിവാക്കി ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ആരൊക്കെ ഉണ്ടോ അതാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. 3ഉം 4ഉം ഒഴിവാക്കി ബാക്കി ആരൊക്കെയുണ്ട്? 1, 2, 5, 6, 7, 8. ശരിയല്ലേ? 1, 2, 5, 6, 7, 8. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കുക? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. ഓൾറെഡി എ കോംപ്ലിമെന്റ് നമ്മുടെ കയ്യിലുണ്ട്, ബി കോംപ്ലിമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ യൂണിയൻ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എ കോംപ്ലിമെന്റിനകത്തും ബി കോംപ്ലിമെന്റിനകത്തുള്ള മുഴുവൻ ആളുകളെ എഴുതണം. എ കോംപ്ലിമെന്റ് നോക്കി അതേപോലെ എഴുതാം. 5, 6, 7, 8, 9. ഇനി ബി കോംപ്ലിമെന്റിനകത്ത് എഴുതാൻ ബാക്കിയുള്ളവരെ എഴുതുക. ഓക്കെ, 1 എഴുതിയിട്ടില്ല, 1 എഴുതാം. 2 എഴുതിയിട്ടില്ല, 2 എഴുതാം. 7 ഓൾറെഡി എഴുതിയതാണ്, 8 എഴുതിയതാണ്, 9 എഴുതിയതാണ്. ഓക്കെ, അതായത് 1, 2, 5, 6, 7, 8, 9. 1, 2, 5, 6, 7, 8, 9. രണ്ട് സെറ്റുകളും സെയിം ആണ്. രണ്ട് സെറ്റുകളും സെയിം ആണ് അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1, 2, 5, 6, 7, 8 ആണ്. 1, 2, 5, 6, 7, 8, 7, 8, 9 ഉണ്ട് കേട്ടോ. ആറാമത്തെ ചോദ്യം, കൺസിഡർ ദ വെൻ ഡയഗ്രം ഗിവൺ ബിലോ. വെൻ ഡയഗ്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വെൻ ഡയഗ്രം കയ്യിലുള്ളപ്പോൾ നമുക്ക് എളുപ്പമാണ് ഉത്തരം എഴുതാൻ. റൈറ്റ് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്. പിന്നെ സെക്കൻഡ് പാർട്ടിൽ ഡി മോർഗൻസ് ലോയുടെ വേരിഫിക്കേഷൻ ആണ്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പാർട്ട് നോക്കാം. റൈറ്റ് എ കോംപ്ലിമെന്റ് എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. സോ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഗർ നോക്കി പറഞ്ഞേ. ഈ എ സെറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളവർ, ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഈ ഒരു റെക്ടാങ്കിൾ ആണ്. ഈ ഒരു എ സെറ്റ് ഒഴികെ ബാക്കി, എ സെറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ 5, 6, 7, 8 ആണുള്ളത്. ഓക്കെ, അതാണ് എ കോംപ്ലിമെന്റ്. 5, 6, 7, 8, 9 ഉണ്ട്, 9 ഉണ്ട്. ഓക്കെ, 1, 3, 2, 4 മാറ്റി നിർത്തിയാൽ 5, 6, 7, 8, 9. ഇതാണ് എ കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി അടുത്ത ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളവർ. ബി സെറ്റിനകത്ത് 3, 5, 4, 6 ഉണ്ട് ബി സെറ്റിനകത്ത്. അതൊഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിനകത്ത് 1 ഉണ്ട്, 2 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട് അല്ലെ. 1, 2, 7, 8, 9. 1, 2, 7, 8, 9. ഇതാണ് എന്തെന്ന് പറയുന്നത്? ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് പാർട്ട് നോക്കാം. ഒരു വേരിഫിക്കേഷൻ ആണ്, ഡി മോർഗൻസ് ലോയുടെ വേരിഫിക്കേഷൻ. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? LHS എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. അതായത് എ ഇന്റർസെക്ഷൻ ബി ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളവർ. നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രം എന്താണ്? ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്, ഇത് എ സെറ്റ്, ഇത് ബി സെറ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന, ഇപ്പൊ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ ആണ് അല്ലെ. ഇപ്പൊ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഒരു പോർഷനാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഷെയ്ഡ് ചെയ്ത ആ ഒരു പോർഷൻ ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ആരൊക്കെയുണ്ട്? ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ആരൊക്കെയുണ്ട്? അതാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3ഉം 4ഉം ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പൊ അതൊഴികെ ബാക്കി ആരൊക്കെയുണ്ട്? 1, 2, 5, 6, 7, 8, 9. ശരിയല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. 1, 2, 5, 6, 7, 8, 9. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് കണ്ടുപിടിക്കുക? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു, യെസ്, രണ്ട് സെറ്റുകളുടെ യൂണിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ കോംപ്ലിമെന്റ് അതേപോലെ നോക്കി എഴുതുക. 5, 6, 7, 8, 9. അതാണ് എ കോംപ്ലിമെന്റ്. 5, 6, 7, 8, 9. ഇനി ബി കോംപ്ലിമെന്റിനകത്ത് നമ്മൾ എഴുതാൻ ബാക്കിയുള്ളവരെയും കൂടെ എഴുതുക. ഓക്കെ, ഇതിനകത്ത് 1ഉം 2ഉം കൂടെ ഇനി എഴുതാനുള്ളൂ. 7, 8, 9 ഓൾറെഡി എഴുതിയതാണ്. സോ 1ഉം 2ഉം കൂടെ എഴുതി ചേർക്കുക.
ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്ക് 1 2 5 6 7 8 9, ഇവിടെയും 1 2 5 6 7 8 9 രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ക്ലിയർലി എന്ത് പറയാൻ പറ്റും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയതുകൊണ്ട് ഹെൻസ് വേരിഫൈഡ് എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആറാമത്തെ ചോദ്യം. ഏഴാമത്തെ ചോദ്യം നോക്കാം. സോ അടുത്ത ഏഴാമത്തെ ചോദ്യം, 4 cards are drawn from a pack of 52 playing cards. 52 കാർഡുകളിൽ നിന്നും നമ്മൾ 4 കാർഡുകൾ എടുക്കുകയാണ്. ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ എന്നാണ്. എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? 52 കാർഡുകളിൽ നിന്നും 4 കാർഡുകൾ സെലക്ട് ചെയ്യുന്നു, അല്ലെ? സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ആണ്. അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമ്യൂട്ടേഷൻ, അല്ലെ? സെലക്ട് ചെയ്യുക, എടുക്കുക. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പെർമ്യൂട്ടേഷൻ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇവിടെ സെലക്ഷൻ ആണ് ചെയ്യുന്നത്. ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 52C4 ആണ് നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു 52C4, അല്ലെ? 52C4 ഇതാണ് നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഇവാലുവേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടം വരെ എഴുതിയിട്ടാലും ഫുൾ മാർക്ക് കിട്ടും. വേണമെങ്കിൽ ഇത് കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ടുള്ള വാല്യൂ എഴുതാൻ പറ്റും കേട്ടോ. ബി പാർട്ടിൽ എന്താണ് പറയുന്നത്? ഇൻ ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ ഇഫ് ഓൾ 4 കാർഡ്സ് ഓഫ് സെയിം കളർ. യെസ്, കളറുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 26 റെഡ് കാർഡുകളും ഉണ്ട്, 26 ബ്ലാക്ക് കാർഡുകളും ഉണ്ട്, ശരിയല്ലേ? യെസ്, അപ്പം 4 കാർഡുകൾ ഒരേ കളർ വരണമെങ്കിൽ 26 റെഡ് കാർഡുകളിൽ നിന്ന് 4 എണ്ണം എടുക്കണം, അപ്പോൾ ഒരേ കളർ വരും. അല്ലെങ്കിൽ 26 ബ്ലാക്ക് കാർഡുകളിൽ നിന്ന് 4 എണ്ണം എടുക്കണം, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് വേസ് എന്താണ്? നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു 26 കാർഡുകളിൽ നിന്ന് 4 എണ്ണം എടുക്കണം, 26C4. 26 റെഡ് കാർഡുകളിൽ നിന്ന് 4 എണ്ണം എടുക്കാം. ഓർ അല്ലെങ്കിൽ പ്ലസ് 26 ബ്ലാക്ക് കാർഡുകളിൽ നിന്ന് 4 എണ്ണം എടുക്കാം. എഗെയിൻ 26C4, ശരിയല്ലേ? 52 കാർഡുകളിൽ നമുക്കറിയാം 26 റെഡ് കാർഡുകളുണ്ട്, 26 ബ്ലാക്ക് കാർഡുകളുണ്ട്. ബ്ലാക്ക് കാർഡുകളിനകത്ത് പിന്നെ ക്ലബും സ്പേഡും ഉണ്ട്. പിന്നെ റെഡ് കാർഡിനകത്ത് ഹാർട്ടും ഡയമണ്ടും ഉണ്ട്. അതിനകത്ത് 2 മുതൽ 9 വരെയുള്ള നമ്പർ കാർഡുകളും പിന്നെ ക്വീന്, ജാക്ക്, കിങ്, ഏസ്, അങ്ങനെ 4 കാർഡുകൾ ഓരോ സ്യൂട്ടിലും എക്സ്ട്രാ ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ബേസിക് ഇത്രയും അറിഞ്ഞാൽ മതി ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ. നമ്പർ ഓഫ് വേസ് എന്താണ്? 26C4 പ്ലസ് 26C4. ഇപ്പം എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 2x എന്ന് എഴുതില്ലേ? അതേപോലെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 2 × 26C4. ഈ 26C4 കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടും. ഇവിടം വരെ എഴുതിയാലും നിങ്ങൾക്ക് എക്സാമിനേഷന് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഏഴാമത്തെ ചോദ്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എട്ടാമത്തെ ചോദ്യം നോക്കാം. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എട്ടാമത്തെ ചോദ്യം, കൺസിഡർ ദ ഇക്വേഷൻ ഓഫ് എലിപ്സ് 9x² + 4y² = 36. സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല തന്നിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം? 36 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഫോസൈ കണ്ടുപിടിക്കുക, എസെൻട്രിസിറ്റി കണ്ടുപിടിക്കുക, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ എലിപ്സിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. 9x² + 4y² = 36. ആദ്യത്തെ ജോലി എന്താണ്? ത്രൂ ഔട്ട് 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 36 ആണ്. ഇപ്പോൾ റൈറ്റ് സൈഡ് 1 ആക്കണം. അതിനുവേണ്ടി ത്രൂ ഔട്ട് 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 9x² / 36 പ്ലസ് 4y² / 36 ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 36. ഓക്കെ, ഇവിടെ 9 36 കൂടെ കട്ട് ചെയ്താൽ 4 വരും. 4 36 കട്ട് ചെയ്താൽ 9 വരും, അല്ലേ? അപ്പോൾ x² / 4 പ്ലസ് y² / 9 ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 വരും. ഓക്കെ, സോ x² / 4നെ 2ന്റെ സ്ക്വയർ എന്ന് വിളിക്കാം, y² / 9നെ 3ന്റെ സ്ക്വയർ എന്ന് വിളിക്കാം, ഈക്വൽ ടു എന്താണ്? 1. സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലുള്ള എലിപ്സ് എന്ന് പറയുന്നത്. വൈയുടെ താഴെയാണ് വലിയ സംഖ്യ, അല്ലെ? വൈയുടെ താഴെയാണ് വലിയ സംഖ്യ. അപ്പോൾ ഇത് y ആക്സിസിൽ നിൽക്കുന്ന ഒരു എലിപ്സ് ആയിരിക്കും, അല്ലേ?
അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അതിൻ്റെ ഒരു റഫ് സ്കെച്ച് എങ്ങനെയാണ് വരിക? ഇങ്ങനെ വൈ ആക്സിസിലോട്ട് സിമെട്രിക് ആയിട്ട് നിൽക്കുന്ന എലിപ്സ് ആണ്. മേജർ ആക്സിസ് വൈ ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ 2ഉം അല്ലേ, ഇവിടെ -2 വരും, ഇവിടെ -3യും വരും. ഇതാണ് നമ്മുടെ എലിപ്സിൻ്റെ ഒരു റഫ് സ്കെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫോസൈ കണ്ടുപിടിക്കണം. അപ്പോൾ എ ബി വാല്യൂസ് ഒന്ന് എഴുതി വെക്കാം. എ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, ബി വാല്യൂ 2 ആണ്. ഓക്കെ, ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ സി വേണം. എലിപ്സിന്റെ കേസിൽ സി എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ശരിയല്ലേ? സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഹൈപ്പർബോളയിലേക്ക് വരുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവും. ക്ലിയർ ആയിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്, 3യുടെ സ്ക്വയർ 9 മൈനസ് ബി എന്ന് പറയുന്നത് 2 ആണ്, 2ന്റെ സ്ക്വയർ 4, 9 മൈനസ് 4 വരും, റൂട്ട് 5 വരും അല്ലേ. സോ സിയുടെ വില എന്ത് കിട്ടി? റൂട്ട് 5. ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഏത് ആക്സിസിലാണ് നിൽക്കുന്നത്? വൈ ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് 0 പ്ലസ് ഓർ മൈനസ് സി ആണ് ഫോക്കസ് അല്ലേ. ഫോസൈ 2 ഫോക്കസുകൾ ഉള്ളതുകൊണ്ട് പ്ലൂറലായിട്ട് എഴുതുക. 0 പ്ലസ് ഓർ മൈനസ് സി. ഇപ്പം എന്ത് വരും ആൻസർ? 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 ആണ് ഫോക്കസ് വരിക അല്ലേ. 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫോസൈ കണ്ടുപിടിച്ചു. അടുത്ത എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? ബി പാർട്ട് എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സി ബൈ എ ആണ്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണ്. സിയുടെ വില ഓൾറെഡി കിട്ടി, റൂട്ട് 5 ഡിവൈഡഡ് ബൈ എ. എ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലേ. എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ റൂട്ട് 5/3 ആണ് എസെൻട്രിസിറ്റി. ഇനി സി പാർട്ടിൽ പറയുന്നത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഈസ് 2b² ഡിവൈഡഡ് ബൈ എ ആണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അത് എലിപ്സ് ആയാലും ശരി ഹൈപ്പർബോള ആയാലും ശരി എസെൻട്രിസിറ്റി സി ബൈ എയും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b² എയും തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 × b². ഓക്കെ, ബി എന്ന് പറയുന്നത് 2 ആണ്, 2ന്റെ സ്ക്വയർ 4 വരും, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. എ എന്ന് പറയുന്നത് 3 ആണ്. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 4 എന്ന് പറയുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 3 ആണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചത് ഫോസൈ ചോദിച്ചിട്ടുണ്ട്. ഫോസൈ 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5, എസെൻട്രിസിറ്റി റൂട്ട് 5/3, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 8/3. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, മസ്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ലാസ്റ്റ് 2 ചോദ്യങ്ങൾ നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു -4 2x + 8 x² + x - 12. ഇതാണ് ചോദ്യം. ഓക്കെ, നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കുന്ന ആദ്യമേ നോക്കാം. 2 × -4 -8 + 8 വരും. -4ന്റെ സ്ക്വയർ 16, -4 -12, -12 -4 -16 ആണ്. 16ൽ നിന്ന് 16 പോയാൽ 0 കിട്ടും. മുകളിലും -8ഉം +8ഉം കട്ടായാൽ 0. ഇപ്പോൾ 0/0 ആണ് ഉത്തരം കിട്ടുന്നത്. ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെ. ഡിനോമിനേറ്റർ 0 വരുന്ന കണ്ടീഷനിൽ നിന്ന് നമ്മൾ മാറണം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻസ് ചെയ്യാം, ഘടകക്രിയ ചെയ്യാം. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ് വരിക? x ടെൻസ് ടു -4, 2 ഔട്ട്സൈഡ് എടുത്താൽ x + 4 വരും, ഡിവൈഡഡ് ബൈ ഇവിടെ സമ്മും പ്രോഡക്റ്റും എടുക്കുക. 2 നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ നിൽക്കുന്ന 1 വരണം, ഗുണിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള -12 വരണം. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 4ഉം 3ഉം ആണ് വരിക. അതിന്റെ സൈനും കൂടെ നോക്കണം. കൂട്ടിയാൽ 1 വരണം. അപ്പോൾ 4ഉം -3ഉം അല്ലെ. 4ഉം -3ഉം കൂട്ടിയാൽ 1, ഗുണിച്ചാൽ -12. ഈ 2 സംഖ്യകൾ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ x + 4 ഗുണം x - 3 വരും. ഓക്കെ, x + 4 ഗുണം x - 3. ഇനി നിങ്ങൾ നോക്ക്, ഈ x + 4 വെട്ടിക്കഴിഞ്ഞാൽ മുകളിലും താഴെയും 0 കൊണ്ടുവരുന്നത് x + 4 ആണ് അല്ലേ. -4 + 4 -4 + 4 അവനാണ് പ്രശ്നക്കാരൻ. അത് പോയി കിട്ടി. ഇനി എന്ത് ചെയ്യുക? ധൈര്യമായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? നമുക്കിനി -4 കൊടുക്കാം. -4 -3 2 ഡിവൈഡഡ് ബൈ -7, അതായത് -2/7 എന്ന് എടുത്തുള്ളത്. ഓക്കെ, കാരണം മൈനസ് നമ്മൾ ഡിനോമിനേറ്ററിൽ കാണിക്കാറില്ല, മുകളിലേക്ക് കൊടുക്കുക. -2/7 ആണ് ഉത്തരം വരിക.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് എ പ്ലസ് ഐ ബിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, എ പ്ലസ് ഐ ബി ഫോമോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സോ മാത്രമേ പരീക്ഷയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളായിട്ട് നിൽക്കുന്നുള്ളൂ. പോളാർ ഫോമും പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനും ഒക്കെ ഡിലീറ്റഡ് ടോപ്പിക്സ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഏത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം? എ പ്ലസ് ഐ ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പം അതിനുവേണ്ടി എന്താണ് ചെയ്യുക? നമുക്കറിയാം, എ പ്ലസ് ഐ ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും, ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പർ 1 - 2i ആണ്, അതിൻ്റെ കോൺജുഗേറ്റ് 1 + 2i. അത് മുകളിലും കൊടുക്കുക, താഴെയും കൊടുക്കുക. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അത് ഏത് രൂപത്തിൽ മാറും? എ പ്ലസ് ഐ ബിയുടെ രൂപത്തിലേക്ക് മാറും. 1 × 1 1 പ്ലസ് 1 × 2i 2i പ്ലസ് 3i × 1 3i പ്ലസ് 3i × 2i 6i² അല്ലേ? 6i² വരും. ഡിവൈഡഡ് ബൈ താഴെ എന്താണ് വരിക? 1 - 2i × 1 + 2i. നോർമലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ a + b × a - b റിസൾട്ട് അപ്ലൈ ചെയ്യാം. 1² - 2i². 2ൻ്റെ സ്ക്വയർ 4 വരും, iയുടെ സ്ക്വയർ i². ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 3iയും 2iയും കൂടെ കൂട്ടിയാൽ 5i വരും. iയുടെ സ്ക്വയർ നമുക്കറിയാം അല്ലേ? i² ഈസ് -1. നമുക്ക് അടിപൊളിയായിട്ട് അറിയാവുന്ന സാധനമാണ്. i² -1 ആണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ 6 × -1 എന്ന് പറയും. 6 × -1 -6 ആവും. ഡിവൈഡഡ് ബൈ 1. i² -1 ആണ്, ആ മൈനസും ഈ നടുക്കുള്ള മൈനസും കൂടെ ചേർന്ന് പ്ലസ് 1 + 4 വരും. ഓക്കെ, ഇനി 1ൽ നിന്നും 6 പോയാൽ -5 പ്ലസ് 5i ഡിവൈഡഡ് ബൈ 4 1 5. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -5/5 പ്ലസ് 5i/5 വരും. 5 5 ഒക്കെ വെട്ടിക്കളയാം. -1 + i ആണ് ഉത്തരം വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് -1 + i. ഓക്കെ, സോ വളരെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഉറപ്പായിട്ടും ഒരു പ്രാക്ടീസ് എന്നോണം നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിച്ച് സൂപ്പറായിട്ട് പരീക്ഷ എഴുതി അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, സോ ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായി വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.